ദക്ഷിണീമഠം യക്ഷിയമ്മ നാമം. ഞാൻ ദക്ഷിണീമഠം രാജേഷ് പോറ്റി, തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ദക്ഷിണീമഠം ക്ഷേത്രം. ഞാനിന്ന് ഈ RK സ്പിരിച്വൽ ചാനലിലേക്ക് വന്നിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുവാൻ വേണ്ടി. മാന്യപ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഏകദേശം ഒരു 4 തലമുറകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും ആണ് ഞാൻ എൻ്റെ മാന്യപ്രേക്ഷകർക്ക് വേണ്ടി ഈ ചാനലിലൂടെ അറിയിക്കുന്നത്. കാരണം തലമുറകൾ കൊണ്ട് സ്ഥിതി ചെയ്തു വരുന്നതായ, പൂർവികമായി വച്ചാചരിച്ചു വരുന്നതായ ഈ യക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നതായ മറ്റ് ഉപദേവതന്മാരും, അമ്മയാണ് പ്രാധാന്യം, അമ്മയോടൊപ്പം മറ്റ് സ്ഥിതി ചെയ്യുന്ന ഉപദേവന്മാരുമുണ്ട്. അതിൻ്റെ അവസ്ഥാന്തരീയമായ കാരണങ്ങൾ, ചെറിയൊരു ക്ഷേത്രമാണ്, ചെറിയൊരു അമ്പലം. എന്നാൽ കൊണ്ട് കഴിവുള്ള ഒരുപാട് പുരാതനമായിരുന്ന ഒരു തെക്കത് സമ്പ്രദായത്തിൽ ചെയ്തിരുന്നതായിരുന്നു. അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടാചാരവിധി പ്രകാരം കൊടുതി മഹോത്സവമൊക്കെ നടത്തി മറ്റ് സമൂഹത്തിലുള്ളവർക്കും നാട്ട് നടപ്പുകാർക്കും എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും കൊടുത്ത് അവർക്കെല്ലാവർക്കും സന്താനങ്ങളെയൊക്കെ കൊടുത്ത് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി വരുത്തി, അങ്ങനെ തൊഴിലില്ലാത്തവർ വന്ന് അമ്മയെ കണ്ട് ആശ്രമം വാങ്ങുന്ന സമയത്ത് തൊഴിൽ കൊടുത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ദേവസ്ഥാനത്ത് നിന്നും പലർക്കും കിട്ടിയിട്ടുണ്ട്. ആ സമയത്താണ് എനിക്കിങ്ങനെ എന്നിലേക്ക് അമ്മയുടെ ചൈതന്യം ഉണ്ടാവുകയും ഞാൻ അതിനെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭക്തന്മാർ, അമ്മയുടെ ഭക്തന്മാർ വന്ന് അവർക്ക് പല കാര്യങ്ങളുമായിട്ടും സന്താനങ്ങളില്ലാതെയും മറ്റു ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും ഗ്രഹസംബന്ധദോഷാവസ്ഥകൾ കൊണ്ടും അങ്ങനെയുള്ള പല വിഷയങ്ങൾ വരും. അതിനെ ചിന്തനീയമായ അവസ്ഥയിലൂടെ എടുത്തുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ മാത്രം ഞാനത് കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. അന്ന് പറയുന്നവർക്ക് ഒരു കാരണവശാലും അവരെ കൈയൊഴിയത്തില്ല എൻ്റെ യക്ഷിയമ്മ എന്ന് പറയുന്നത്. കാരണം ഇത് പൂർവീക ജന്മാന്തരങ്ങളിൽ സാക്ഷാൽ യക്ഷിയായി തന്നെയാണ് സ്ഥിതി ചെയ്തിരുന്ന ദേവതയാണ്. പാർവതിയുടെ തത്സ്വരൂപത്തിൽ വാഴ്ന്നിരുന്ന യക്ഷിയമ്മയാണ്. അതിനാൽ എല്ലാവർക്കും വേണ്ടത്ര കാര്യങ്ങൾ നിറവേറ്റി അവരുടെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും എല്ലാം അരുളി കൊടുത്തിരുന്ന ഒരു ക്ഷേത്രമാണ്. ഇന്ന് അതിൻ്റെ ഒരു മഹത്തമായ ഒരു ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ വരുന്ന 2025 ജൂലൈ മാസം 1-ാം തീയതി അമ്മയുടെ തിരുനാൾ ഉത്സവമാണ്. ഇത് 2ാം വാർഷിക ഉത്സവമായി ഞാൻ നടത്തുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും അവിടേക്ക് വരുവാനും അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങുവാനും ഞാൻ ഈ ചാനലിലൂടെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അനുഭവസ്ഥിതമായ കാര്യങ്ങൾ പലരിലും ഉണ്ടായിട്ടുണ്ട്. കാരണം വരുന്നവർക്ക് ഒരുപാട് പേര് രോഗങ്ങളുമായിട്ടും സന്താനങ്ങളില്ലാതെയും മറ്റു ദുരിതങ്ങൾ അനുഭവിച്ചും ഉള്ള ഒരുപാട് പേര് എൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഞാൻ വളരെ സാധ്യമായ ആചാരവിധി പ്രകാരം കാര്യങ്ങൾ നടത്തി അവരെ ഒരു ദുരിതങ്ങളിൽ നിന്ന് മുക്തി വരുത്തി ഞാൻ അവർക്ക് വേണ്ടത്ര കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുമുണ്ട്. അതിൻ്റെ ആചാരം എന്ന് പറയുന്ന അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നടത്തിപ്പോകുന്നത് എന്നെനിക്ക് പൂർണ്ണ ബലത്തോടു കൂടെ എനിക്ക് അത് സാധ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ക്ഷേത്രത്തിൽ വന്ന് അനുഭവസ്ഥരായ 2-3 വ്യക്തികളുടെ കാര്യമാണ്. ഒന്ന്, വളരെ കാലങ്ങളായി അവരുടെ കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മക്കളും
അച്ഛനും പരസ്പരമായി ഇങ്ങനെ ഭിന്നിച്ചിതറി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർ വളരെ ദയനീയമായ രീതിയിൽ എന്നോട് ഇങ്ങനെ പോറ്റി, ഇങ്ങനൊരവസ്ഥയുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം എൻ്റെ ക്ഷേത്രത്തിലേക്ക് വരിക, അവിടെ വന്ന് അമ്മയുമായിട്ടൊന്ന് കണ്ട്, അമ്മയെ കണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവിടുന്ന് പരിഹാരമുണ്ടാക്കി തരണം എന്ന സമയത്ത് അമ്മ അതിലേക്ക് ഒരു പരിഹാരം നിങ്ങളോട് നിശ്ചയിക്കും. ആ നിശ്ചയിക്കുന്ന പരിഹാരം നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കതിൽ പൂർവികമായ രീതിയിൽ സുഖം ഉണ്ടാവാൻ സാധ്യതയേറെ കൂടുതലുണ്ട്. 2-4 അനുഭവക്കാർ, ഒരു കുടുംബം യാതൊരുവിധ വച്ചപ്പുമില്ലാത്ത രീതിയിൽ നിന്ന് പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് അവരുടെ മകൻ വിദേശ രാജ്യത്തേക്ക് പോവുകയും അവിടെ നിന്ന് അവർക്ക് ജീവിക്കാനുള്ള അവസ്ഥാന്തരങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വ്യക്തിയുടെ കുടുംബം വളരെ തകർച്ചയിലേക്ക് പോയി. അവിടെയും അവർക്കും എൻ്റെ അമ്മയുടെ കഴിവ് കൊണ്ട്, കാര്യസാധ്യം കൊണ്ട്, അതെല്ലാം അനുഭവങ്ങളിലൂടെ അവർക്ക് ഉണ്ടായി. അടുത്ത് ഒരു കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൈർഘ്യമായ രീതിയിൽ ഒരുപാട് ഡോക്ടർമാരുടെ ചികിത്സയും ഒരുപാട് മരുന്നുകളൊക്കെ ചെയ്തിട്ട് ഫലസിദ്ധിയില്ലാതെ ഉണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോൾ പൂർവികമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, ക്ഷേമ ക്ഷേത്രത്തിൽ പോയി അതിൻ്റെ വിധിപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സന്താനങ്ങൾ വഹിക്കുവാനും മറ്റ് ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറികടന്നു പോകുവാനും ഏറെ കൂടുതൽ സാധ്യതയുള്ള ഒരു ദേവിയാണ് ഈ പറയുന്ന യക്ഷിണിമഠം യക്ഷിയമ്മ. ഭക്തർ വരുന്നവർക്ക് അഭയം കൊടുക്കുന്നുണ്ട്, അവർക്ക് ആശ്രയവും കൊടുക്കുന്നുണ്ട്. ഇത് കാലാന്തരങ്ങൾ പഴക്കമുള്ള കുടുതി മഹോത്സവം നടത്തിയിരുന്ന ക്ഷേത്രമായതുകൊണ്ട് ഇതിന് പ്രത്യേക ചൈതന്യമുണ്ട്. മറ്റുള്ള ക്ഷേത്രങ്ങളെ അവഗണിക്കുന്നതല്ല ഇത്, പക്ഷേ ഇതിനകത്തൊരു ചൈതന്യം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അമ്മ കൊടുക്കുന്ന വരദങ്ങളെല്ലാം അവർക്ക് പുഷ്ടിയോടുകൂടി ഇന്ന് ഫലങ്ങൾ അനുഭവിച്ച് ജീവിച്ചു പോകുന്ന ഒരുപാട് ഭക്തരുണ്ട്. എൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് പേർ കാഴ്ചക്കാരായിട്ടുണ്ട്. ഗ്രഹങ്ങളില്ലാതെയും സന്താനങ്ങളില്ലാതെയും തൊഴിലില്ലാതെയും മറ്റു രോഗാവസ്ഥകൾ കൊണ്ടും ഒക്കെ സമൂഹത്തിൽ നിന്നയോടുകൂടി ജീവിച്ചിരുന്നവർക്കെല്ലാവർക്കും ഇന്ന് അമ്മ അവർ വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമെങ്കിൽ അവർക്ക് അതിൻ്റെ ഫലസിദ്ധിയും ഉണ്ടായിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ മാസം 1-ാം തീയതി എന്നെ ചെറിയ രീതിയിലുള്ള എൻ്റെ അവിടെ വന്നിട്ടുള്ളതായ, ഞാൻ വലിയ ഒരു ക്ഷേത്രമോ വലിയ ഒരു കൊട്ടാര സമുച്ചയമായ ആഭരണങ്ങളൊന്നുമില്ല, ഞാനൊരു ചെളിയമായ ഒരു ക്ഷേത്രം മാത്രമാണ്. അവിടെ വരുന്നവർക്ക് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൊടുക്കാൻ ആശ്രതപ്പെടുന്നുണ്ട്. എല്ലാ മാന്യപ്രേക്ഷകരും ഇത് ഈ ചാനലിലൂടെ വരുന്നത് ഞാൻ 110% സത്യസന്ധമായ വാക്കുകൾ കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ അങ്ങയിലേക്ക് അറിയിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ആൾക്കാരുടെ മനസ്സിനകത്ത് ഒരു ഭയസ്വപ്നം ഉണ്ടായിരുന്നു. കാരണം യക്ഷിയമ്മ എന്ന് പറയുന്നത് ഒരു ഭയപ്പാട് ദേവതയാണെന്ന് പൊതുവെ ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു, ഭക്തരുടെ മുന്നിലുണ്ടായിരുന്നു. അതല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ശരി എന്ന് പറയുന്നത് ശാന്തസ്വരൂപിണിയും സൗമ്യാധിരൂപിണിയുമായ ദേവതയാണ്. കാരണം പാർവതിയുടെ സൗമ്യസ്വരൂപിണിയായ ദേവതയാണ്. അതാണ് സാക്ഷാൽ യക്ഷിയമ്മ. മറ്റുള്ളതിനെ എന്ന് പറയുന്നത് മറ്റ് ആത്മാക്കൾ മരിച്ച് യക്ഷിയാവുന്നത് പോലെയല്ല ഇത്. കാരണം ഗർഭപ്രേതങ്ങൾ അത് യക്ഷിയായി മാറുന്നുണ്ട്. അതല്ല ഇതിൻ്റെ സത്യമെന്ന് പറയുന്നത് സാക്ഷാൽ പാർവതി ദേവി, നമ്മുടെ ശ്രീ മഹാദേവൻ്റെ പത്നിയായ പാർവതി ദേവിയാണ് സാക്ഷാൽ യക്ഷി അമ്മയായി നിലകൊള്ളുന്നത്. അലങ്കാര രൂപിണിയായ സുഗന്ധ പുഷ്പങ്ങളും സുഗന്ധ വസ്തുക്കളും ചേർന്ന് നല്ല രീതിയിൽ പട്ടുമാലകൾ ചാർത്തി നിൽക്കുന്ന ഒരു മഹാദേവിയാണ് യക്ഷിയമ്മ. മറ്റ് സമൂഹത്തിൻ്റെ ഇടയിൽ ആൾക്കാർ പറയുന്നത് യക്ഷിയമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതല്ല പറയേണ്ടത്. യഥാർത്ഥത്തിൽ പാർവതിയാണ് നമുക്ക് എല്ലാം തരുന്നതായ പാർവതി ദേവി. നമുക്ക് സൗഭാഗ്യങ്ങളെ തരുന്നതും സന്താനങ്ങളെ തരുന്നതും നമുക്ക് മറ്റു രോഗങ്ങളിൽ നിന്നും വരുന്നതും ധനപരമായ കാര്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നത് ശുക്രാധിപതിയായ ദേവതയാണ് യക്ഷി. അപ്പം ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത് നമുക്ക് മറ്റ് ഒരുപാട് ഉപാധികളുണ്ട്. ഇതിന് നേർക്കാഴ്ചയെന്ന് പറയുന്നത് യക്ഷിയമ്മയ്ക്ക് ബലമായ ഒരു സാന്നിധ്യമുണ്ട്. സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കൊരു എന്ത് വിഷയങ്ങൾ വന്നിരുന്നാലും അതിനെ മറ്റ്
രൗദ്രദേവതയേക്കാൾ സൗമ്യമായിട്ടും വളരെ സൗമ്യതയോടുകൂടി നമുക്ക് ഈ യക്ഷ്യമം പ്രധാനമർഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി നമുക്ക് കണ്ട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫലം തരുന്നതായ ഒരു ദേവചൈതന്യമാണ് യക്ഷിയമ്മ. പൊതുവിൽ ആൾക്കാരുടെ മനസ്സിനകത്ത് കൊള്ളിച്ചിരിക്കുന്ന ഭയവും ഈ സിനിമകളിലും സീരിയലുകളിലുമൊക്കെ കാണുന്നത് പോലെ ഒരു അവസ്ഥയല്ല ഇത്. സൗമ്യമായ രീതിയിൽ നമുക്ക് അമ്മേ ദേവി നമുക്ക് പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവത യക്ഷിയാണ്. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു ക്ഷേത്രത്തിൽ പോവുകയാണ്, അമ്മേ ഞങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അമ്മേ ഞങ്ങൾക്കൊരു അവസ്ഥ തരണേ. അതായത് പാർവതിയുടെ തനിതത്വമായ സ്വരൂപിണിയായ യക്ഷിയാണത്. അതുകൊണ്ട് മക്കൾക്കായിരുന്നാലും കുട്ടികൾക്ക് വൈകാരികത വരുന്നുണ്ട്, പേടി സ്വപ്നങ്ങൾ വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും അതിൻ്റേതായ രീതിയിൽ ഫലം ഇച്ഛിക്കുന്ന ഒരു ദേവചൈതന്യമാണ് യക്ഷിയമ്മ. ഇനിയെങ്കിലും സമൂഹത്തിലുള്ളവർ പ്രത്യേകമായിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രേതാത്മാക്കൾ മരിച്ച് യക്ഷിയായിട്ട് തീരുന്നു എന്ന് പറഞ്ഞ ജ്യോതിശാസ്ത്ര വിധി പ്രകാരം അത് കണ്ടുപിടിക്കുന്നതാണ്. ഇതല്ല. യക്ഷി എന്ന് പറയുന്നത് പ്രബലയായ ദേവതയാണ്, ചൈതന്യമുള്ള ദേവതയാണ്. അതിനകത്ത് വരുന്നതായ കാര്യസ്ഫുടങ്ങളെ അനുസരിച്ച് അതിൽ അമ്മ വളരെ ഭംഗിയായിട്ട് ഒരു ദേശദേവത എന്ന് പറയുമ്പോൾ ആ ദേശത്തുള്ളവർക്കും വരുന്ന അഭയം ചോദിക്കുന്നവർക്കും വാരിക്കോരി ചൊരിയുന്നൊരവസ്ഥയുണ്ടാകും. പെട്ടെന്ന് പ്രസാദിക്കുന്നത് സമൂഹം എല്ലാവർക്കും അറിയാവുന്നതിനൂടെ. പക്ഷേ എല്ലാവരും മറ്റ് പറയുന്ന പോലെ നമ്മൾ ഉഗ്രരൂപിണിയായ ദേവതകളെ പൂജിക്കുന്ന പോലെ ശാന്ത സൗമ്യ സ്വരൂപിണിയായ ദേവതയാണ്. പാർവതിയുടെ തനിരൂപമായ നമ്മൾ പാല് പോലെ നമ്മൾ ഇച്ഛിക്കുന്ന പാല്, നമ്മൾ കഴിക്കുന്ന പാലിൻ്റെ സ്വരൂപിണിയായ ദേവതയാണ് യക്ഷിയമ്മ. പാർവതിയുടെ വളരെ അലങ്കാരത്തോടു കൂടി പ്രസന്നവതയായി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവതയാണ്. നമുക്ക് ഈ ചാനലിലൊക്കെ കേൾക്കാറുണ്ട് ഞാൻ ഈ വാരാഹി ദേവതയെക്കുറിച്ച്. അതിന് അങ്ങനെ പറയൂ ഇങ്ങനെ പറയൂ എന്ന് പറയുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ പൂജിക്കുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ നാമങ്ങൾ പറയുമ്പോൾ അറിവോടുകൂടി ആ ദേവതയെ പൂജിച്ചില്ലെങ്കിൽ അതിൻ്റേതായ നമുക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുവാനും ഏറെ കൂടുതൽ സാധ്യതയുണ്ട്. പണ്ടുള്ളവർ കേട്ടിട്ടുണ്ട്, വാരാഹിയെ പഠിച്ചവൻ്റെ വാതുക്കൽ ചെല്ലരുത് എന്ന്. കാരണം വാരാഹി ദേവത അത്ര രൗദ്രസ്വരൂപിണിയാണ്. അത് ഏത് പ്രേതബാധകളെയും എന്തിനേയും സംഹരിക്കാൻ കഴിവുള്ളവളാണ് വാരാഹി ദേവത. ചാനലിൽ പറയാറുണ്ട് ആൾക്കാർ വാരാഹിയെക്കുറിച്ച്. അതല്ല അതിൻ്റെ സത്യം. അതിൻ്റെ മാന്ത്രിക ദേവതയാണ് വാരാഹി ദേവത, സാധ്വിക ദേവതയല്ല. അത് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ അത് ഉൾക്കാഴ്ചയിലേക്ക് ഉണ്ടാവത്തുള്ളൂ. അതിനെ നമുക്ക് വാരാഹി മന്ത്രത്താൽ പൂജിക്കാം, അമ്മ വരദായിനിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരദായിനി ആയെന്നിരിക്കും. പക്ഷേ അതിൻ്റെ തിരിച്ച് ഉള്ള വശം കൂടെ മാന്യപ്രേക്ഷകർ അത് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ മുഖേന നിങ്ങളെന്നെ വിളിക്കുക, വരുന്ന ഭക്തർ എന്നെ വിളിക്കുക. ഭക്തർക്ക് ഞാൻ എൻ്റെ വഴി കൃത്യമായി പറഞ്ഞു തരികയും അതിന് പ്രകാരം എൻ്റെ ക്ഷേത്രസന്നിധിയിലെത്തുകയും അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ദേവഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് ഒരു മഹാബാലഗണപതി ക്ഷേത്രവും മറ്റ് കാര്യങ്ങളും ഉള്ളതായ മഠാധിപതിയായ മഠത്തിൻ അരികിലാണ്, നെയ്യാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ അതിമനോഹരമായ ക്ഷേത്രഭൂമിയാണ്. വളരെ പ്രകൃതി സൗന്ദര്യമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാന്യപ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. വീണ്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നുണ്ട് അടുത്ത എപ്പിസോഡിലേക്ക്.